സോ വെൽക്കം ബാക്ക് ഗൈസ്, നമ്മളൊരാരും കാണാത്ത വ്ളോഗിലേക്ക് ആദ്യം തന്നെ ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിൻലി സൂറത്ത് എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ സൂറത്തിലെ കുറേ കാഴ്ചകളാണ് ഇന്ന് ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നത്. ഡേ 3 മെയിൻലി നമ്മൾ വഡോദരയിൽ നിന്ന് ഇന്നലെ ലാൻഡ് ചെയ്ത് വഡോദരയിൽ നമ്മൾ നേരെ ഷിഫ്റ്റ് ചെയ്തിട്ട് സൂറത്തിലോട്ടേക്ക് എത്തിയിട്ടുണ്ട്. സോ നമ്മളിനി സൂറത്തിൽ നിന്ന് 2-3 സ്ഥലങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. പിന്നെ മെയിൻലി സൂറത്തിൻ്റെ മാർക്കറ്റ്, സൂറത്ത് ഓൾറെഡി അറിയപ്പെടുന്നൊരു മാർക്കറ്റിൻ്റെ ആയതില്ല. അപ്പോൾ ഇന്ന് കൂടുതലും നമ്മൾ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാനിലാണുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എന്നാൽ പിന്നെ സമയം കല്ലാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ സൗദ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂറത്തിലെ സൗദ മാർക്കറ്റ് നമ്മൾ എത്തിയിട്ടുണ്ട്. സോ ബേസിക്കലി മാർക്കറ്റ് കയറുമ്പം തന്നെ ഒരു ചെറിയ ഏരിയ കേട്ടോ. നമ്മളെ ഹൈദരാബാദ് കണ്ടത് അതുപോലത്തെ വലിയ സംഭവം തന്നെ ചെറിയ ഏരിയ ആണ്, പക്ഷേ കുറേ ഉണ്ട്. ഒക്കെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാനായിട്ടില്ല. ഞാൻ ഈ ജസ്റ്റ് റോമിങ് റൗണ്ടാണ് കാണിച്ചത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നൈറ്റ് ഡ്രസ് എനിക്ക് തന്നെയാണ് നൈറ്റ് ഡ്രസ്സ്. അപ്പോൾ ഇവിടെ ഇത് സംഭവം മാർക്കറ്റിങ്ങൾ കാണുന്നില്ല. ഇപ്പോൾ ഇതാ നമ്മൾ ചൗസ മാർക്കറ്റ്. കുറേ ഉണ്ട് സാധനങ്ങളാണ്. അത് 1-2 നല്ല അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. സമയം എടുത്ത് നോക്കണം, അതുകൊണ്ട് സമയം സർസോ പോലെ കൂടുതലും ഫീമെയിൽ പ്രൊഡക്ട്സിൻ്റെ കാര്യങ്ങളാണ് സാധനം കാണുന്നത്. എല്ലാം നമുക്ക് കൂടുതൽ ഫീമെയിൽ പ്രൊഡക്ട്സും മറ്റേ ഫീമെയിൽസിൻ്റെ പ്ലാസ്റ്റിക് സാധനങ്ങൾ, ജ്വല്ലറി ടൈപ്പ്. പിന്നെ എനിക്ക് തന്നെ ഗേൾ ഫ്രണ്ടും അങ്ങനത്തെ കാര്യങ്ങൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ ആരുമില്ല. സോ മാർക്കറ്റ് മൊത്തം ഇതാണ് സംഭവം. നമ്മളിനി മാർക്കറ്റ് പ്രൈസൊന്നും ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയില്ല. സംഭവം നല്ല തിരക്കും ഉണ്ട് കേട്ടോ. ഈ പൊരി വെയിലത്തോ സത്യം പറഞ്ഞിട്ട് മാസ്ക് എല്ലാം ഇട്ടിട്ട് വരണം, സൺസ്ക്രീൻ, മാസ്ക്, പ്രൊട്ടക്ഷൻ. നമുക്കുള്ള സാധനം ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നട്ടോ. ഇവിടെ മെയിൻലി ഗേൾസിനാണ് അടികൂടുണ്ട് ബാർഗെയിൻ ചെയ്യേണ്ടത്. കാരണം ഷർട്ട്, പാൻറ്റ് ഒന്നും തന്നെ നമ്മളെ സാധനങ്ങളില്ലാന്നാണ് തോന്നുന്നത്. എനിക്ക് എന്താണെന്നറിയില്ല. എല്ലാം മൊത്തത്തിലൊരു വെറൈറ്റി സംഭവങ്ങളായിട്ടാണ് കാണുന്നത്. എല്ലാം ഇവിടെ ഈ കാണുന്ന ഏരിയ മൊത്തം നമ്മുടെ സൂറത്തിലെ മെയിൻ സാധനമാണ്. നമുക്കുള്ളൊരു കണ്ണട കണ്ടിട്ടുണ്ട്. എന്തായാലും സംഭവം മെയിൻലി ഇത് തന്നെയാണല്ലോ കേട്ടോ. ഇവിടെ നിങ്ങളിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് കൂടുതലും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന എല്ലാം ഫീമെയിൽസിൻ്റെ തന്നെ. നമ്മളതൊന്നുമില്ല. ഒരു ഡിഷ് പോപ്പുലറോ ഇതാകെ കണ്ടൊരു സ്പെക്സിൻ്റെതാണ്. സ്പെക്സ് മാത്രമുണ്ട്. നമുക്കെന്തായാലും സ്പെക്സ് നോക്കേണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഫീമെയിൽ ജ്വല്ലറീസ്, ലിപ്സ്റ്റിക്സ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ സംഭവം മൊത്തം ഡീറ്റെയിൽ ആയിട്ട് നോക്കിയ ചെരുപ്പ് കാര്യങ്ങൾ, ജ്വല്ലറി, ഡ്രസ്സ് കാര്യങ്ങൾ, ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം കൂടുതലുള്ളൂ. അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ മെയിൻ സാധനമില്ല. ഈ മാർക്കറ്റിൽ പോയി ഇങ്ങനത്തെ പ്രശ്നം നമുക്ക് പറ്റിയ സാധനങ്ങളൊന്നും ഇല്ല. നല്ല തിരക്കുമുണ്ട്. അമ്മ ആയേക്കാം തീർന്നിട്ടില്ലാന്ന് തോന്നില്ല. നമുക്ക് ഏരിയ ഇത് നമ്മൾ വന്ന വഴിയാണ്. സോമേ ഇതാ ഓരോ ഓക്കെ ഇത് സംഭവം തീരുന്നില്ല. ഇത് മെയിൻലി എന്താ വെച്ചാൽ ഫുള്ളും പെമ്പിള്ളേരുടെ സ്ഥാനങ്ങൾ ഇവിടെ കാണുന്നത്. അധികം ഒച്ചപ്പാട് കാര്യങ്ങളൊന്നുമില്ല, ബാർഗിങ് ഒന്നും ഇല്ലെന്നൊന്നും ഇല്ല. ഫിക്സ്ഡ് പ്രൈസാണ്. ഒരു വാച്ചിൻ്റെ ഷോപ്പ് കണ്ടിട്ടുണ്ട്, നമുക്കത് കയറി നോക്കാം. भैया ये वाला लुकिंग है, ये बहुत परचेज कर देंगे. ये 2 वाला परचेज कर दो, ये डिस्काउंट कर दो. है गुड प्राइस दे दो. क्या नहीं करते क्या भैया? 10-20 का धंधा है. ये थोड़ा सा कम कर दो ना. ये बहुत लुकिंग है, पसंद लुकिंग. സംഭവം നമുക്ക് അടിപൊളിയായി തോന്നി, പക്ഷെ വാങ്ങണമെന്നുണ്ട്. പിന്നെ കുറച്ച് രൂപ, അതാ പ്രശ്നം. ഇതെടുക്കണോ മറ്റേതെടുക്കണോ എന്നാലോചിക്കാം. ഇതൊരു സംഭവം, ഇതാ ലുക്കിങ്. എനിക്കൊന്ന് ഇതെടുക്കാൻ തോന്നല്ലേ. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇതെടുക്കാം അല്ലേ. 100 രൂപ പറഞ്ഞാൽ ചങ്ങായി ഡിസ്കൗണ്ടൊന്നും ആക്കിയിട്ടില്ല, അതാ പ്രശ്നം. സംഭവം എന്തായാലും ഇതെടുക്കാം അല്ലേ. കണ്ടതിൽ വെച്ച് നല്ലതാന്ന് തോന്നുന്നു. അപ്പം എന്തായാലും ഇതെടുക്കാം. അല്ലില്ലേ ഗൈസ്? ഒരു 100 रुपीज़ ഒരു 10 रुपीज़ डिस्काउंट, 90 रुपीज़. क्या ये नॉर्मल प्रोडक्ट है ना, तुम्हारे के लिए ये बहुत प्रॉफिट है ना. 10 प्राइस देखो. ടൂറിസ്റ്റ് എന്താ ചങ്ങായി വാശി തന്നെ എൻ്റെ പൊന്നെ. എന്തായാലും നമുക്ക് അയച്ചു കൊടുക്കാം. പിന്നെ ഓക്കെ ഭയ്യ 100 ഹാപ്പി. ഓക്കെ ഓക്കെ ഭയ്യ, സി യു. സംഭവം നല്ലൊരു കണ്ണട കിട്ടിയിട്ടുണ്ട്. പഴയ കണ്ണടയിൽ നിന്ന് ചെറുങ്ങനെ മാറ്റിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഇതിന് നല്ല വിഷൻ, നല്ല ക്ലാരിറ്റി ഉണ്ട്. സംഭവം വേറൊന്നുമല്ല. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് വേണ്ട ഒരു സാധനവും ഇല്ല.
അതാണ് റിയാലിറ്റി. കാരണം മൊത്തം വുമൺസിൻ്റെയും കാര്യങ്ങളും സംഭവങ്ങളും നമുക്കുള്ള ഒരു സാധനം ഇവിടെ വൃത്തിക്കില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. വാങ്ങാൻ പറ്റിയതോ ഒന്നും തന്നെ ഇടില്ല. അത് അതുകൊണ്ട് ഏതാ പർച്ചേസ് ചെയ്തിട്ട് ഏതാ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ നമുക്ക് കാണാനായിട്ട് നല്ല തിരക്കുണ്ട്, വിചാരിക്കുന്ന പോലെയല്ല. ഈ തിരക്കിനിടയിൽ ഇതെല്ലാം നടന്നു പോയി വാങ്ങണം, അതാണ് മെയിൻ കാര്യം. ഏത് ഡയറക്ഷനാണ് പോകേണ്ടത്, ഏതാ സ്ഥലത്താണ് പോകേണ്ടത് എന്നും തീരാത്ത അവസ്ഥയാണ്. കാരണം ചുറ്റും ഈ ഗേൾസിൻ്റെ കടയുള്ളൂ. എന്തായാലും നമ്മളെ ചോർ ബസാറിന് അത്രയൊന്നും വരില്ല ഡൽഹിയിലെ. പിന്നെ ഹൈദരാബാദ് പോയാൽ മാർക്കറ്റിൻ്റെ അത്രയും വരില്ല, ചാർമിനാർ മാർക്കറ്റിൻ്റെ. അത് വെച്ച് നോക്കുമ്പോൾ എത്രയോ വലുതാണ് സംഭവം. എന്തായാലും ഒന്നും ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ സൂറത്ത് വരാണെങ്കിൽ സൂറത്തിൽ ഗേൾസിനും വുമൺസിനൊക്കെ എസ്പെഷ്യലി നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റും. കാരണം നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ബാർഗിൻ പരിപാടി നല്ല സ്കില്ലുണ്ടെങ്കിലേ കിട്ടും. എനിക്ക് അതിൽ വല്ല സ്കില്ലില്ല. എല്ലാത്തവരും ഫുൾ പൈസ കൊടുത്തിട്ട് ഇറങ്ങേണ്ടി വരും. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഡേ 3 സൂറത്തിൻ്റെ മാർക്കറ്റ് ഏകദേശം നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട്. മാർക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ എനിക്ക് പറ്റിയ സാധനങ്ങളില്ല. ഇവിടെ പെമ്പിള്ളർ ആരെയും കൂട്ടിയിട്ട് വന്നാലേ അവർക്ക് മുതലാക്കാൻ പറ്റും. കാരണം എനിക്ക് പറ്റിയ ഒരു സാധനമില്ല. ആകെ സ്പെക്സ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, എനിക്ക് വ്യത്യസ്തമായി തോന്നിയ. സോ എന്തായാലും നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സൂറത്തിൽ വരുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. ബാക്കി 2 പോയില്ലെങ്കിലും കുഴപ്പമില്ല, എന്തായാലും വിസിറ്റ് ചെയ്യാം മാക്സിമം. സോ നമ്മൾ ഇന്നത്തെ ഡേ ഇതോടെ തീരുന്നു. ഡേ 3 ഗുജറാത്ത് സീരീസിൽ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷൻ പോകും. അടുത്ത സ്ഥലം വിച്ച് മീൻസ് നെക്സ്റ്റ് ഗുജറാത്ത് സീരീസിൽ വരാൻ പോകുന്ന അഹമ്മദാബാദാണ്. അഹമ്മദാബാദ് സിറ്റി കവർ ചെയ്യാൻ നമ്മുടെ പ്ലാനിന്. സോ അങ്ങോട്ടേക്ക് നമ്മളിനി ഹെഡിങ് ചെയ്യാൻ പോവാം. ഓക്കെ, സോ ഇനി അഹമ്മദാബാദിലോട്ടേക്ക് ട്രെയിൻ കയറും. ഇന്ന് തന്നെ ഫുള്ളും റെയിൽവേ സ്റ്റേഷനിലുണ്ടാവും. ഇനി ഫുഡ് കഴിക്കുക, അവിടെ റെസ്റ്റ് ചെയ്യുക, അത് തന്നെ. സോ ഇന്ന് സൂറത്തിലാകും ഒരു ദിവസം ഞാൻ ചിലവഴിക്കുന്നുള്ളൂ. വളരെ കുറച്ച് ചിലവഴിക്കുന്നുള്ളൂ. പിന്നെ ഒന്ന് കാണണം, എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുകൊണ്ട് മാത്രം ഇറങ്ങിയതാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ടുഡേ വീഡിയോ. സോ നമുക്കെന്നാൽ അടുത്ത ഗുജറാത്ത് അഹമ്മദാബാദ് സീരീസ് വെച്ച് കാണാം. സോ സബ് അടിച്ച ശേഷം നമുക്ക് ഇനിയും കാണുന്നതിലേക്കും ദിസ് ഇസ് ബൈ ഫ്രം ഡിഗി മച്ചാൻ. സോ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ഓക്കെ.